വിജാതീയരുടെ അപ്പസ്തോലൻ ആര്? ഉത്തരം വിശുദ്ധ പൗലോസ്ലീഹ. യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നത് ആര്? ഉത്തരം വിശുദ്ധ പൗലോസ്ലീഹ. പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് സ്ലീഹ ചോദിക്കുന്നത്. ഉത്തരം ദൈവകൃപ. എന്തുവഴിയാണ് രഹസ്യം അപ്പസ്തോലന് അറിവായത്? ഉത്തരം വെളിപാട് വഴി. ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസ്ലീഹായ്ക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത്? ഉത്തരം ഉൾക്കാഴ്ച. അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. എന്ത്? ഉത്തരം ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച. വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ ആർക്കാണ് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നത്? ഉത്തരം മറ്റു തലമുറകളിലെ മനുഷ്യർക്ക്. ഈ വെളിപാടനുസരിച്ച് ആരാണ് കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാഗുക്കളുമായത്? ഉത്തരം വിജാതിയർ. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ഡാഷ് ആയി. ഉത്തരം ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ ഡാഷ് നൽകപ്പെട്ടത്. ഉത്തരം കൃപാവരം. എന്ത് വരമാണ് വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടത് എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ അപ്പസ്തോലന് നൽകപ്പെട്ടത് എന്തിന്? ഉത്തരം സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ്. ഏത്? ഉത്തരം സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുന്നത്. അവനിലുള്ള വിശ്വാസം മൂലം എന്തൊക്കെ നമുക്കുണ്ട് എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ എന്ത് അനുഭവിക്കരുത് എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം ഹൃദയവേദ അനുഭവിക്കരുത് എന്ന്. ആരുടെ മുമ്പിലാണ് പൗലോസ്ലീഹ മുട്ടുകൾ മടക്കുന്നത്? ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിൻ്റെ മുമ്പിൽ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ പൗലോസ്ലീഹ എന്തു ചെയ്തു? ഉത്തരം മുട്ടുകൾ മടക്കി. എന്തിനൊക്കെ വേണ്ടിയാണ് അപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിനും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുന്നതിനു വേണ്ടി അപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആരിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താനാണ് അപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ആത്മാവിലൂടെ. എല്ലാ വിശുദ്ധരോടുമൊപ്പം ആരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ? ഉത്തരം എല്ലാ വിശുദ്ധരോടുമൊപ്പം. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ എന്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ?
ഉത്തരം സ്നേഹത്തിൻ്റെ. നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. ഉത്തരം അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് എവിടെയെല്ലാം തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഉത്തരം സഭയിലും യേശുക്രിസ്തുവിലും. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും എപ്പോഴെല്ലാം മഹത്വമുണ്ടാകട്ടെ. ഉത്തരം തലമുറകളോളം എന്നേക്കും. ഈ അധ്യായത്തിലെ അവസാന വാക്ക്. ഉത്തരം ആമേൻ.